ഹായ് ഓൾ, വെൽക്കം ടു വൺസ് ബിടെക് KTU 2024 സ്കീമിലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിൻ്റെ തേർഡ് സെമസ്റ്റർ സബ്ജക്റ്റ് ആയിട്ടുള്ള DC മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോർമർ, അതായത് PCEET 303 എന്ന സബ്ജക്റ്റ് കോഡുള്ള DC മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോർമറിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മൊഡ്യൂൾ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പീഡ് ഇക്വേഷൻ ഓഫ് DC മോട്ടോർ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കുക, a 230 volt DC shunt motor takes 5 ampere at no load. A 230 volt DC shunt motor takes 5 ampere at no load. So no load current is 5 amps. No load current 5 amps and runs at 1000 RPM. അപ്പോൾ നോ ലോഡിൽ എടുക്കുന്ന കറണ്ട് 5 ആംസ്, അത് റൺ ചെയ്യുന്നത് നോ ലോഡിൽ 1000 RPM. കാൽക്കുലേറ്റ് ദ സ്പീഡ് വെൻ ലോഡഡ് വെൻ ടേക്കിംഗ് 50 amps. അപ്പോൾ നോ ലോഡിൽ 5 ആംപിയർ, അപ്പം കറങ്ങുന്ന സ്പീഡ് 1000 RPM. ലോഡിൽ 50 ആംപിയർ എടുക്കുന്നു, അപ്പോൾ എത്ര എണ്ണം സ്പീഡാവും? അപ്പോൾ ലോഡ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് സ്പീഡ് കുറയും. വെൻ ലോഡ് ഇൻക്രീസസ് സ്പീഡ് ഡിക്രീസസ്. എത്രയായിരിക്കും? അപ്പോൾ നോ ലോഡിൽ 5 ആംപിയറിൽ 1000 RPM റൺ ചെയ്യുന്ന മോട്ടോർ ലോഡിൽ 50 ആംപിയർ എടുക്കുന്ന സമയത്ത് എത്ര സ്പീഡിൽ റൺ ചെയ്യും? ആർമേച്ചർ റെസിസ്റ്റൻസ് ആൻഡ് ഫീൽഡ് റെസിസ്റ്റൻസ് ആർ 0.2 ohm and 230 ohm respectively. Respectively means armature resistance is equal to 0.2 ohm and field resistance is equal to 230 ohm. അപ്പോൾ രണ്ട് കണ്ടീഷൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം ഇവിടെ ചെയ്തിട്ടുണ്ട്, എങ്കിൽ കൂടി ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചെയ്യാം. സോ ഫസ്റ്റ് നോ ലോഡ് കണ്ടീഷൻ, ഗിവൺ ഡാറ്റാസ്. എന്തൊക്കെ ഗിവൺ ഡാറ്റാസ് നോക്കൂ. 230 volt DC ഷണ്ട് മോട്ടോർ, അപ്പോൾ V is equal to 230. ഓക്കെ, takes a 5 ampere at no load and runs at 1000 RPM. അപ്പോൾ നോ ലോഡ് കറണ്ട് 5 amps. നോ ലോഡ് കറണ്ട് 5 amps, അപ്പോഴുള്ള സ്പീഡ് 1000 RPM. ലോഡ് കറണ്ട് 50 amps, അപ്പോഴുള്ള സ്പീഡ് എത്രയാണ്? ഓക്കെ, പിന്നെ തന്നിരിക്കുന്നത് ആർമേച്ചർ റെസിസ്റ്റൻസസ് ആൻഡ് ഫീൽഡ് റെസിസ്റ്റൻസസ് ആർ 0.2 and 230. RA is equal to 0.2 ohm. RSH is equal to 230 ohm. ഇതാണ് കണ്ടീഷൻ. അപ്പോൾ എ DC ഷണ്ട് മോട്ടോർ ടേക്സ് 5 ആംപിയർ അറ്റ് നോ ലോഡ് ആൻഡ് റൺസ് അറ്റ് 1000 RPM. 5 ആംപിയർ നോ ലോഡിൽ എടുക്കുന്ന കറണ്ട്, അപ്പോഴുള്ള സ്പീഡ് 1000 RPM. ദെൻ ലോഡ് 50 ആംപിയർ എടുക്കുമ്പോൾ എത്രയായിരിക്കും സ്പീഡ്? ഓക്കെ, ആർമേച്ചർ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വി ഹാവ് ടു ഡിസ്കസ് 2 ഡിഫറെൻറ്റ് കണ്ടീഷൻസ്. സോ നോ ലോഡ് കണ്ടീഷനിലുള്ള കാര്യങ്ങൾ ആദ്യം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നോ ലോഡ് കണ്ടീഷൻസിൽ നോ ലോഡ് കറണ്ട് എത്രയാണ്? നോ ലോഡ് കറണ്ട് 5 amps. നോ ലോഡിലുള്ള സ്പീഡ്, അപ്പോൾ രണ്ട് കണ്ടീഷൻ ആയതുകൊണ്ട് ഇതിലുള്ള ഈ ലോഡ് കറണ്ട് 5 amps, നോ ലോഡിലുള്ള സ്പീഡിനെ N1 എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. നോ ലോഡിലുള്ള സ്പീഡ് N1 is equal to 1000 RPM. ഓക്കെ, ഇനി ഈ സമയത്തുള്ള ഷണ്ട് ഫീൽഡ് കറണ്ട് എന്ന് പറഞ്ഞാൽ ലോഡായാലും നോ ലോഡായാലും ഷണ്ട് ഫീൽഡ് കറണ്ട് ഈസ് ആൾവേസ് കോൺസ്റ്റന്റ്. സോ ഷണ്ട് ഫീൽഡ് കറണ്ട് ISH is equal to V by RSH. ISH is equal to V by RSH. V എന്ന് പറയുന്നത് എത്രയാ? 230 volt. RSH എത്രയാ? 230 ohm. സോ ISH is equal to 1 amps. അപ്പം നോ ലോഡിലുള്ള കറണ്ട് IL1 ഞാൻ കൊടുത്തു, അതെത്രയാ? 5 amps. ഈ സമയത്തുള്ള ഷണ്ട് കറണ്ട് ISH1 കൊടുക്കേണ്ട കാര്യമില്ല, കാരണം നോ ലോഡിലായാലും ലോഡിലായാലും ഷണ്ട് കറണ്ട് കോൺസ്റ്റന്റ് ആണ്, അത് 1 ആംപിയർ. അപ്പം നോ ലോഡിലുള്ള ആർമേച്ചർ കറണ്ട് IA. ഓക്കെ, IL is equal to IA plus ISH. IL is equal to IA plus ISH. സോ IA is equal to IL minus ISH. അപ്പം നോ ലോഡ് ആയതുകൊണ്ട് 1 കൊടുത്തു. IL1 minus ISH is equal to 5 minus 1 is equal to 4. അപ്പോൾ നോ ലോഡിലുള്ള ബാക്ക് EMF കണ്ടുപിടിക്കാം. EB1 is equal to V minus IA1 RA is equal to 230 minus what is IA1? 4 into what is RA? RAയുടെ വാല്യൂ തന്നിട്ടുണ്ട് 0.2 ohm. 230 minus 4 into 0.2 is equal to 229.2. അപ്പോൾ നോ ലോഡിലുള്ള ബാക്ക് EMF കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ EB1 കണ്ടുപിടിക്കാൻ ഇക്വേഷൻ V മൈനസ് IA1 RA. അപ്പോൾ നോ ലോഡിലുള്ള ആർമേച്ചർ കറണ്ട് വെച്ചാൽ IL1 മൈനസ് ISH. നോ ലോഡിലുള്ള കറണ്ടാണ് IL1, അത് 5 ആംപിയർ. ഈ സമയത്തുള്ള ഷണ്ട് കറണ്ട് 1 ആംപിയർ. നോ ലോഡായാലും ഷണ്ട് കറണ്ടിൽ നോ ചേഞ്ച്. സോ IL1 മൈനസ് ISH is equal to 5 minus 1 is equal to 4 amps. EB1 is equal to V minus IA1 RA is equal to 229.2. ഇത് നോ ലോഡ് കണ്ടീഷനിൽ. ഇതേപോലെ തന്നെ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ലോഡ് കണ്ടീഷൻസിലുള്ള EB2 കണ്ടുപിടിക്കാം. ലോഡ് കണ്ടീഷൻസിലുള്ള ബാക്ക് EMFനെ നമുക്ക് EB2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം.
അതിനെന്താ N1 ISH എന്താ വരിക സെയിം, IL2 എന്താ വരിക IL2 ലോഡിംഗ് കണ്ടീഷനിലെല്ലാം 2, IL2 is equal to 50 amps. ISH എത്രയാ സെയിം 1 ആംപിയർ. ഓക്കെ, അപ്പോൾ ആർമേച്ചർ കറണ്ട് എത്രയാ IA2 is equal to IL2 minus ISH is equal to 50 minus 1 is equal to 49 amps. Okay, IA2 is equal to 49 amps. Okay, so load current is equal to not 50, it is 30 ട്ടോ. Load current 30 ampere ആണ്, 30 ampere not 50, sorry 50 അല്ല 30 ampere ആണ്. So 30 minus 1, അപ്പോൾ IL2 is equal to 50, ISH is equal to 1 ampere, IA2 is equal to 30 minus 1 is equal to 29 amps. 50 അല്ല 30 ആണ്. അപ്പോൾ ലോഡിലുള്ള കറണ്ട് 30 ആംപിയർ ആണ്. ലോഡിലുള്ള കറണ്ട് 30 ആംപിയർ ആകുമ്പോൾ ലോഡിലുള്ള ആർമേച്ചർ കറണ്ട് 29 ആംസ്. ദെൻ ഈ സമയത്തുള്ള ബാക്ക് EMFനെ നമ്മൾ 2 എന്ന് റെപ്രസെന്റ് ചെയ്തു. അപ്പോൾ നോ ലോഡിലുള്ള കറണ്ട് IL1, ലോഡിലുള്ള കറണ്ട് IL2, നോ ലോഡിലുള്ള ആർമേച്ചർ കറണ്ട് IA1, ലോഡിലുള്ള കറണ്ട് IA2, നോ ലോഡിലുള്ള ബാക്ക് EMF EB1, ലോഡിലുള്ള ബാക്ക് EMF EB2. EB2 is equal to V minus IA2 RA is equal to 230 minus what is IA2 29 into 0.2. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 224.2 വോൾട്ട്. അപ്പോൾ EB1 കിട്ടി, EB2 കിട്ടി, EB1 കിട്ടി, നമുക്ക് EB2 കിട്ടി. വാട്ട് ഈസ് EB1 229.2, വാട്ട് ഈസ് EB2 224.2. അപ്പോൾ നോ ലോഡിൽ 1000 RPM റൺ ചെയ്യുന്ന മോട്ടർ, 5 ആംപിയർ എടുക്കുന്ന മോട്ടർ ലോഡ് 30 ആംപിയർ എടുക്കുന്ന സമയത്ത് എത്ര സ്പീഡിൽ റൺ ചെയ്യും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ N2 by N1 is equal to EB2 by EB1 into 5.1 by 5.2. ഇതാണ് ഇക്വേഷൻ. N1 is equal to EB1 by 5.1, N2 is equal to EB2 by 5.2. അപ്പോൾ N2 by N1 എന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിക്കോളൂ. യു വിൽ ഗെറ്റ് EB2 by EB1 into 5.1 by 5.2. ഇവിടെ ISH1 is equal to ISH2. ലോഡിംഗ് കണ്ടീഷനായാലും നോ ലോഡ് കണ്ടീഷനായാലും ഷണ്ട് കറണ്ട് കോൺസ്റ്റന്റ്, ഫ്ലക്സ് കോൺസ്റ്റന്റ്. സോ 5.1 is equal to 5.2. അപ്പോൾ ഞാൻ ഈ ഇക്വേഷൻ ഒന്ന് റെഡ്യൂസ് ചെയ്തു. N2 by N1 is equal to EB2 by EB1 because 5.1 is equal to 5.2. 5.1 is equal to 5.2. അപ്പോൾ N2 എത്രയാ ലോഡിലുള്ള സ്പീഡ്, അതാണ് കണ്ടുപിടിക്കേണ്ടത്, അറിയില്ല. നോ ലോഡിലുള്ള സ്പീഡ് N1 1000 RPM. EB2ൻ്റെ വാല്യൂ എത്രയാ, EB2 224.2 ഡിവൈഡഡ് ബൈ EB1ൻ്റെ വാല്യൂ എത്രയാ, EB2 224.2, EB1 229.2. ദെൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. N2 into 229.2 is equal to 224.2 into 1000. So from this N2 is equal to 224.2 into 1000 divided by 229.2. Okay, ഇതിൽ നിന്ന് we will get N2. The answer is 978 RPM. സോ സ്പീഡ് ഇക്വേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ഫോർമുല N2 by N1 is equal to EB2 by EB1 into 5.1 by 5.2. അപ്പോൾ നോ ലോഡിൽ 5 ആംപിയറിന് 1000 RPM കറങ്ങിയെങ്കിൽ ലോഡിൽ 30 ആംപിയർ എടുക്കുന്ന സമയത്ത് സ്പീഡ് കുറയും, ലോഡ് കൂടുമ്പോൾ സ്പീഡ് കുറയും. ദ ആൻസർ ഈസ് 978 RPM. അപ്പോൾ സ്പീഡ് കൺട്രോളായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ആണ്, ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആണ്. ഷണ്ട് മോട്ടോറിൽ ഫ്ലക്സ് കോൺസ്റ്റന്റ് ആണെന്നുള്ള സത്യം മനസ്സിലാക്കുക. സോ ദിസ് ഈസ് ദ ആൻസർ. അപ്പോൾ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു സെഷൻ, അടുത്തൊരു ന്യൂമറിക്കൽ പ്രോബ്ലം ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.